ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ശല്യക്കാരായിട്ടുള്ള പാറ്റ, പല്ലി, എലി, പെരിച്ചാഴി ഇവരെയൊക്കെ ഓടിക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കൂടെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് ടിപ്പ് നോക്കാം. നമ്മളൊക്കെ ഇതുപോലെ നാരങ്ങ വാങ്ങിച്ചിട്ട് സൂക്ഷിച്ച് വെക്കാറുണ്ടല്ലേ. അപ്പം ചിലപ്പോൾ അത് ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സമയത്താണെങ്കിൽ പോലും ചിലപ്പോൾ അത് പെട്ടെന്ന് കേടായി പോവും, അഴുകി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് നാരങ്ങ ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഇതുപോലെ ഓയിൽ കയ്യിലെടുക്കുക, എന്നിട്ട് നാരങ്ങയ്ക്കകത്ത് ഇതുപോലെ ഒന്ന് ഫുള്ള് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നാരങ്ങ ഫുള്ളായിട്ട് എല്ലായിടത്തും നന്നായിട്ടാകുന്ന രീതിയിലൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് നാരങ്ങ കുറച്ച് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫുള്ള് ഞാനിത് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു കണ്ടെയ്നറിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എയറൊന്നും കയറാത്ത രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ നാരങ്ങ കേടൊന്നും കൂടാതെ ഫ്രഷായിട്ട് വെച്ച് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഉപ്പാണ്. കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 2-3 സ്പൂണ് കല്ലുപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫ്രീസറിലാണ് വെച്ച് കൊടുക്കുന്നത്. ഫ്രീസറിൽ മിക്കവരുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ ഈ ഐസ് കട്ട പിടിക്കുന്നൊരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കുറച്ച് കല്ലുപ്പ് വെച്ച് കൊടുത്താൽ മതി. ഐസ് കട്ട പിടിക്കുകയാണെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ലൊക്കെ ഒത്തിരി കൂടാനുള്ളൊരു സാധ്യതയുണ്ട്, കറണ്ട് ചാർജൊക്കെ ഒത്തിരി ആവും. അപ്പം അതുകൊണ്ട് ഫ്രീസറിലുണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ മാറാനും നല്ലൊരു ടിപ്പാണ്. ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത്രയും ആവശ്യമില്ല, കുറച്ച് മതി കേട്ടോ. ഇത് നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ ആ ഒരു പൈപ്പിൻ്റെ ആ ഹോളുണ്ടല്ലോ, അവിടെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വിടുക ഇതുപോലെ. അപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ ആ പൈപ്പിലുണ്ടാകുന്ന അഴുക്കും അണുക്കളും ഒക്കെ പോയി കിട്ടും. പാറ്റയോ മറ്റുള്ള കീടങ്ങളോ എന്തെങ്കിലും പഴുതാരയൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ചത്തുപൊക്കോളും. അതുപോലെ ഈ സിങ്കിൻ്റെ പൈപ്പിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വല്ലാത്തൊരു ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ട്. കാരണം നമ്മളെപ്പോഴും ഇത് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് അഴുക്ക് ആയിട്ട് കിടക്കുന്നതല്ലേ. അപ്പോൾ മിക്കപ്പോഴും ബാഡ് സ്മെൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഉപ്പ് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ സിങ്ക് നല്ല ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ വൃത്തിയായി കിടക്കുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു ടിപ്പാണ്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. അടുത്ത ടിപ്പ് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. ഈ ഇഞ്ചി നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഞാൻ കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി നമുക്കിതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തോലൊന്നും കളഞ്ഞിട്ടില്ല, അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ്. അപ്പോൾ ഒരു പിടി കല്ലുപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് വെള്ളമാണ് കേട്ടോ. അപ്പം നമ്മുടെ സാധാ വെള്ളം, പച്ചവെള്ളമാണ്. ഒരു ഗ്ലാസ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടും. അപ്പോൾ 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് ഞാനിതൊന്ന് അരിച്ച് എടുക്കുന്നുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം ഞാനത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലോ ഏതെങ്കിലും ഒരു ബോട്ടിലാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് പാറ്റ, പല്ലി, എലി, പെരിച്ചാഴി ശല്യമുള്ള ഭാഗത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അവരുടെ ശല്യമേ ഉണ്ടാകത്തില്ല. കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തുടച്ചു വിടുകയാണെങ്കിൽ പാറ്റയും പല്ലിയോ വയറ്റുകാലിയോ ഒന്നും രാത്രി സമയത്ത് കിച്ചണിലേക്ക് ഇറങ്ങി വരത്തില്ല കേട്ടോ. അവരുടെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഇവിടെയൊക്കെ ആയിരിക്കുമല്ലോ രാത്രി സമയത്തൊക്കെ. കിച്ചണിലാണ് കൂടുതലും പാറ്റയും പല്ലിയൊക്കെ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ല വൃത്തിയായി കിടക്കും. അതുപോലെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും ഇഞ്ചിയുടെയൊക്കെ. അതുപോലെ നമ്മുടെ കിച്ചൺ സിങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള പാറ്റയോ പല്ലിയോ മറ്റു കീടങ്ങളൊന്നും പുറത്തേക്ക് വരത്തില്ല. പിന്നെ നമ്മുടെ എലിയും പെരിച്ചാഴിയൊക്കെ വരാൻ സാധ്യതയുള്ള വീടിൻ്റെ പരിസരത്തൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പാമ്പിനെ പോലും നമുക്ക് ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് ഓടിക്കാൻ പറ്റും കേട്ടോ. പാമ്പോ എലിയോ പെരിച്ചാഴിയോ ഒന്നും പിന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരത്തില്ല. അപ്പോൾ നല്ലൊരു ടിപ്പാണ്, ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്